الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ, പരമകാരുണ്യകൻ കരുണാവാരിധി നമ്മുടെ എല്ലാം രഹസ്യവും പരസ്യവും അറിയുന്ന പടച്ച റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുവാൻ അതിയായി ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, ധാരാളമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം നയിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ മദീനയുടെ വെളിപ്രദേശത്ത് നിന്ന് അസദ് ഗോത്രത്തിൽപ്പെട്ട കുറച്ച് അഅറാബികൾ അവർക്ക് കടുത്ത ക്ഷാമം നേരിട്ടപ്പോൾ പ്രവാചകനെ സമീപിക്കുകയുണ്ടായി. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകരോട് അവർ പറഞ്ഞ, നബിയെ, എല്ലാവരും താങ്കൾക്കെതിരായപ്പോൾ, താങ്കളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഞങ്ങൾ താങ്കൾക്കെതിരെ യുദ്ധം നയിച്ചിട്ടില്ല. അത് താങ്കളോട് ഞങ്ങൾ കാണിച്ച ഔദാര്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ വിശ്വസിച്ചിട്ടുമുണ്ട് എന്ന് പറയുകയുണ്ട്. ആ സമയത്ത് വിശുദ്ധ ഖുർആനാണ് അതിന് പ്രതികരിച്ചത്. അള്ളാഹുവാണ് മറുപടി പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, ഖാലത്തിൽ അഅറാബ് ആമന്നാ, ആ അഅറാബികൾ വന്നുകൊണ്ട്
താങ്കളോട് പറയുന്നവർ വിശ്വസിച്ചിരിക്കുന്നു. എന്നാൽ ഖുൽ ലം തുഅ്മിനു, താങ്കൾ അവരോട് പറയുക, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ വിശ്വാസികളായിട്ടില്ല എന്ന് പറയുക. വലകിൻ ഖൂലൂ അസ്ലംന, നിങ്ങൾ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞോളൂ. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറയരുത്. നിങ്ങൾ കീഴൊതുങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കീഴ്പ്പെട്ടവരായിട്ടുണ്ട് എന്ന് പറഞ്ഞോളൂ. സഹോദരങ്ങളെ, ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള പാഠം എന്താണ്? ഈമാനും ഇസ്ലാമും തമ്മിൽ വളരെ അന്തരമുണ്ട്. ആർക്ക് വേണമെങ്കിലും ഒരു ഇസ്ലാമാവാം, അഥവാ ഇസ്ലാമിന്റെ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാം, മുസ്ലിം ആവാം, മുസ്ലിമായിട്ട് അറിയപ്പെടാം. ആ ലേബലിൽ ഇങ്ങനെ നമുക്ക് ജീവിക്കാം. പക്ഷേ അത് മാത്രം പോരല്ലോ, കറകളഞ്ഞ ഈമാനിന്റെ വക്താക്കളായി മാറേണ്ടതുണ്ട്. എങ്കിലേ ഒരു മുഅ്മിൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്നിന്റെ ലോകത്തും നമുക്കറിയാം, ഒട്ടനവധി പേർ ഇത്തരത്തിലുണ്ട്. അവരറിയപ്പെടുന്നത് മുസ്ലിമീങ്ങളായിട്ടാണ്. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലേക്ക് നാം കണ്ണോടിച്ചാൽ ഇസ്ലാമിന് അന്യമായിട്ടുള്ള, ഇസ്ലാം വിലക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവരായി കാണാൻ സാധിക്കും. മാത്രമല്ല, ശരിയായ ഒരു നിലപാടില്ലാത്ത ആളുകൾ, അവരുടെ ഹൃദയങ്ങൾക്ക് രോഗമുണ്ട്, രോഗബാധിതരാണവർ. അവർ യഥാർത്ഥ വിശ്വാസികളായി തീർന്നിട്ടില്ല. എന്നാൽ ആരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് അള്ളാഹുവിന്റെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. 15-ാമത്തെ വചനം, ഇന്നമൽ മുഅ്മിനൂന, ആരാണ് വിശ്വസിച്ച ആളുകൾ? അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അതായത് അല്ലാഹുവിലും അന്ത്യദിനത്തിലും പ്രവാചകനിലും വിശ്വസിക്കുകയും, പിന്നീട് അതിൽ ഒരു സംശയത്തിനും ഇടയില്ല, ഒരു സംശയം അവർക്ക് ആ കാര്യത്തിൽ പിന്നീടില്ല, ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. മാത്രവുമല്ല, അവരാവട്ടെ അവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമത്തിൽ ഏർപ്പെടുന്നവരാണ്, ത്യാഗപരിശ്രമം ചെയ്യുന്നവരാണ്. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവർ തന്നെയാണ് സത്യസന്ധരായിട്ടുള്ള ആളുകൾ, സത്യവാന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ. താൻ ഒരു വിശ്വാസിയാണ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് ചുരുക്കം. അത് പ്രകടമാവണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതിങ്ങനെ പ്രകടമായി കാണണം. എവിടെയൊക്കെ ബന്ധപ്പെടുന്നുവോ, എന്തെല്ലാം കാര്യങ്ങളിൽ ഏർപ്പെടുന്നുവോ, അവിടെയെല്ലാം ആ ഒരു ഈമാനിന്റെ യഥാർത്ഥ മുഅ്മിനിന്റെ സ്വഭാവം പ്രകടമാവേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കാൻ തയ്യാറാണ്. ത്യാഗം സഹിക്കാൻ പറയുമ്പോൾ എന്താണെന്നറിയുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദുനിയാവിലെ സുഖാനുഭൂതികളെ പലതും വെടിയേണ്ടി വരും. കാരണം ഇസ്ലാമിനെതിരാകുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്ക്, വിധിവിലക്കുകൾക്ക് എതിരാകുമ്പോൾ അവിടെ എത്ര വലിയ നേട്ടമുള്ള കാര്യമാണെങ്കിലും അത് മാറ്റിവെക്കണം. തന്റെ ഈമാനിനെ കോട്ടം പറ്റുന്ന തരത്തിലുള്ള യാതൊരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ പാടില്ല. അത് ദുനിയാവിൽ തന്നെ ഉന്നതമായ ശ്രേണിയിലേക്ക് എത്തിക്കുന്ന കാര്യമായിരുന്നാലും ശരി, അവിടെ അതിനല്ല പ്രസക്തിയുള്ളത്. തന്റെ ഈമാനിനെ പരിരക്ഷിക്കുക എന്നതാണ്.
അത് തന്റെ ഈമാനിന് കോട്ടം തട്ടുമോ? അത് വലിച്ചെറിഞ്ഞേ പറ്റൂ. എങ്കിൽ തനിക്ക് തീർച്ചയായിട്ടും ഒരു മുഅ്മിനായി തന്നെ മുന്നോട്ട് ഗമിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ. നമുക്കറിയാം, 5 വർഷം കൊണ്ട് ഒരുപാട് പ്രശസ്തിയിലെത്തിയ ഒരു സിനിമാ താരം. അവരവരുടെ പ്രശസ്തി മുഴുവനും വലിച്ചെറിയുന്ന എന്റെ കാര്യം, 5 വർഷത്തിനിടയിൽ അവരൊരുപാട് ഉന്നതികളിലേക്ക് എത്തി. പക്ഷെ അവർക്കൊരിക്കലും ഒരു സംതൃപ്തി, ഒരു സമാധാനം, തന്റെ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. തടസ്സം എന്താണ്? അവരുടെ തൊഴിലാണ്. ഒരുപാട് വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമാണ്. സൈറ ബാനു എന്നായിരുന്നു അവരുടെ പേര്. സൈറ വസീം എന്നായിരുന്നു അവരുടെ പേര്. അവർ നേടിയെടുത്ത സർവമാന നേട്ടങ്ങളെയും നിഷ്പ്രയാസം വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ യഥാർത്ഥമായിട്ടുള്ള വിശ്വാസിയായി തീർന്നു. അവർക്ക് ആ തൊഴിലിൽ നിന്നുകൊണ്ട് അവരുടെ ഈമാനിനെ സംരക്ഷിക്കാൻ ഒരിക്കലും സാധിക്കുന്നില്ല. ഒന്ന് ചിന്തിക്കണം പ്രിയമുള്ളവരെ, നാം എവിടെ നിൽക്കും? നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാനിന് കോട്ടം തട്ടുമെന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും ചെറിയ ചെറിയ നേട്ടങ്ങളെങ്കിലും ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അത് വേണ്ട എനിക്ക്. കാരണം എന്റെ ഈമാനിനെ അത് തകർത്തെറിയും. അല്ലെങ്കിൽ പടച്ച റബ്ബിന്റെ ഹുബ്ബ് എനിക്ക് നഷ്ടപ്പെടുന്ന കാര്യമാണത്. തന്റെ വിശ്വാസത്തിന് എതിരായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ ഈമാനിനെ പരിപോഷിപ്പിക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളുടെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിലൂടെ തന്നെ 7-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് സത്യവിശ്വാസത്തെ പ്രിയങ്കരമാക്കി തീർക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ അത് അലങ്കൃതമാക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിശ്വാസവും അധർമ്മവും അനുസരണക്കേടും വളരെ അനിഷ്ടകരമാക്കി തോന്നുകയും ചെയ്തിരിക്കുന്നു. അനിഷ്ടകരമാക്കി മാറ്റി അള്ളാഹുവിന്റെ ധിക്കരിക്കുന്ന കാര്യം. അള്ളാഹുവിന്റെ അനിഷ്ടം സമ്പാദിക്കുന്ന ഒരു പ്രവർത്തനത്തിലും മുഴുകാൻ സാധ്യമാവാത്ത രീതിയിൽ അതിനോട് വെറുപ്പായി. ഉലൈക ഹുമുർ റാഷിദൂൻ, അവർ തന്നെയാണ് നേർമാർഗം സ്വീകരിച്ച ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ, ഈമാൻ കൊണ്ട് നമ്മളെ ഹൃദയത്തെ അല്ലാഹു അലങ്കൃതമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഏതേത് പ്രവർത്തനങ്ങളിലും അതുണ്ടാകും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പരിശുദ്ധ ദീൻ ഇസ്ലാമിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലും അത്തരം വിശ്വാസികളെ കാണില്ല. അവരെപ്പോഴും പടച്ച റബ്ബിന്റെ പ്രീതിയാണ്, ഇഷ്ടമാണ് മുഖവിലക്കെടുക്കുക, അതിനായിരിക്കും പ്രാധാന്യം നൽകുക. അങ്ങനെ ഈമാൻ കൊണ്ട് അലങ്കൃതമാവണമെങ്കിൽ, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ കേട്ടോളൂ. قال رسول الله صلى الله عليه وسلم ثلاث من كن فيه وجد حلاوة الإيمان. ആരെങ്കിലും അവന്റെ യഥാർത്ഥമായിട്ടുള്ള 3 കാര്യങ്ങൾ അവനിൽ ഉണ്ടായാൽ, ആരിലെങ്കിലും ഉണ്ടായാൽ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചവനായി മാറി. എന്തൊക്കെയാണ്? മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും റസൂലും മറ്റെല്ലാവരെക്കാളും എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടവരായി മാറുക. അവരെക്കാൾ വലിയ ഒരു ഇഷ്ടം, ഒരു ഹുബ്ബ്, ഒരു താല്പര്യം മറ്റാരോടുമില്ല. ഏറ്റവും വലിയ സ്നേഹം അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ പ്രവാചകനോടായിത്തീരുക. ഇനി ഒരു അടിമയെ, ഒരു വ്യക്തിയെ ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അത് ആർക്കു വേണ്ടിയാവണം? എന്റെ റബ്ബിന് വേണ്ടിയാവണം.
അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം ആ സ്നേഹം, ആ ഇഷ്ടം, ആ ഹുബ്ബ്. ومن يكره ان يعود في الكفر بعد ان كره الله منه. അതുപോലെ തന്നെ അവിശ്വാസത്തിൽ നിന്ന് യഥാർത്ഥ മാർഗത്തിലേക്ക് വന്നതിന് ശേഷം, അള്ളാഹുവിന്റെ യഥാർത്ഥമായ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നതിന് ശേഷം അതിലേക്ക് മടങ്ങിപ്പോകുക എന്നത് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. ഏതുപോലെ അതിശക്തമായ ഒരു അഗ്നികുണ്ഡത്തിലേക്ക് നമ്മെ എടുത്തെറിയുന്നത് എത്രമാത്രം വെറുക്കുന്നുവോ അതുപോലെ വെറുപ്പുള്ളതാവണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തിരിച്ചൊരു മടക്കം, അള്ളാഹുവിന്റെ അനിഷ്ടം സമ്പാദിക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലുള്ള മുഴുകൽ, അത് അത്രയ്ക്കും അനിഷ്ടകരമായിരിക്കണം. ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥമായ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നാം എങ്ങനെയാണ്? നാം നമ്മിലേക്കാണ് വിരൽ ചൂണ്ടേണ്ടത്. നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളും എല്ലാം എപ്രകാരമാണ്? നാം ഇത്തരത്തിൽ നല്ല പ്രാധാന്യവും നമ്മുടെ ജീവിതത്തിൽ കൽപ്പിക്കാറുണ്ടോ? നമുക്ക് കൊച്ചു കൊച്ചു നേട്ടങ്ങൾ കൈവരിക്കുന്ന വിഷയത്തിൽ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിനെ എടുത്തു മാറ്റി വെക്കും. അവിടെ ഇരിക്കേണ്ട തൽക്കാലം, പിന്നീട് എടുത്തണിയാം. അതിനൊരു പ്രസക്തിയുമില്ല. ഉണ്ടോ? ഇല്ല. തൽക്കാലം നമ്മുടെ കാര്യം നടക്കട്ടെ എന്നതാണ്. നിങ്ങൾക്കറിയുമോ, കുറച്ചു മുൻപ്, വളരെ കൂടുതൽ നാളുകളായിട്ടില്ല, നമ്മുടെ അടുത്ത രാജ്യമായ നേപ്പാളിൽ ഒരു സിനിമാ താരമുണ്ടായിരുന്നു. അവരുടെ ഒരു സംഭവം, അവരുമായി ബന്ധപ്പെട്ട ഒരു ഇസ്ലാം ആശ്ലേഷിച്ച ഒരു സംഭവം, പൂജാലാമ എന്നായിരുന്നു അവരുടെ പേര്. അവരൊരിക്കൽ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി ഖത്തറിലേക്ക് യാത്ര ചെയ്യുന്നു. അതിന് എയർപോർട്ടിൽ ചെന്ന് 2 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആയി. അങ്ങനെ അവരിങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ തൊട്ടടുത്ത സീറ്റിൽ സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ട്. ആ മനുഷ്യനുമായ ചെറുപ്പക്കാരനുമായി ഇവർ വളരെ വേഗത്തിൽ തന്നെ അടുത്തു. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ആ അടുപ്പം മുതലെടുക്കാമായിരുന്നു. ഇത്രയും പ്രശസ്തി ആർജിച്ച ഒരു സിനിമാക്കാരൻ. പക്ഷെ അദ്ദേഹം ആ 2 മണിക്കൂർ, അഹമ്മദ് മുനീർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ആ 2 മണിക്കൂർ ഏകനായ ഒരു സിദ്ധാന്തിനെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിലെ സർവമാന വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച റബ്ബിനെ കുറിച്ചുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം മുഴുവൻ. കാരുണ്യവാനും ദയാലുമായ ഒരു റബ്ബിനെ കുറിച്ച്. അങ്ങനെ ആ പൂജാലാമ എന്ന സിനിമാ താരം തന്നെ പറയുന്നു, ആ മനുഷ്യൻ എന്നോട് ചോദിച്ച ചോദ്യം വല്ലാത്തൊരു ചോദ്യമായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന ഏതേത് പ്രവർത്തനങ്ങളാവട്ടെ, ഏതേത് തിന്മയാവട്ടെ, അതാരും തന്നെ കാണാതെ അറിയാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒരേ പുതപ്പിൽ കിടന്നുറങ്ങുന്ന നിങ്ങളുടെ ഭർത്താവിനെ പോലും അറിയിക്കാതെ ആ തിന്മ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. കേവല കണ്ണുകളെ മറച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ നമ്മുടെയെല്ലാം കൊച്ചു കൊച്ചു ചലനങ്ങളെ പോലും കൃത്യമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ദൈവത്തെ കുറിച്ച് നിഷേധിക്കാൻ സാധിക്കുമോ? അങ്ങനെ അവർ ഈ അഹമ്മദ് മുനീറിന്റെ വിശ്വാസത്തെക്കുറിച്ചും ദൈവസങ്കല്പത്തെക്കുറിച്ചും കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കി. അദ്ദേഹം അവർ ആ ഷൂട്ടിംഗ് അവിടെ നിർത്തിവെച്ചു, അവസാനിപ്പിച്ചു. എന്നിട്ട് അവരവരുടെ നാട്ടിലേക്ക് മടങ്ങി. ആ പ്രദേശത്തുള്ള സർവ പത്രമാധ്യമ പ്രവർത്തകരെയും വിളിച്ചു വരുത്തി അവരവരുടെ വേഷം അഴിച്ചു മാറ്റി. എന്നിട്ടൊരു ഇസ്ലാമിക വേഷം ധരിച്ചു. അവർ പറഞ്ഞു, ഇനി മുതൽ എന്റെ പേര് പൂജാലാമ എന്നല്ല, അംന ഫറൂഖി എന്നാണ്. സഹോദരന്മാരെ,
ഈ ഇസ്ലാമിക സൊസൈറ്റിയിൽ ജനിച്ചു വളർന്ന മുസ്ലിമായ മാതാപിതാക്കൾക്ക് പിറന്ന ഞാനും നിങ്ങളും എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കണം. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ റബ്ബിന് അനിഷ്ടകരമായ കാര്യമാണ് എന്ന രീതിയിൽ പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ പിന്മാറിയ ഏതെങ്കിലും ഒരു കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കും. എത്ര പേർക്ക് പറയാനുണ്ടാവും? അല്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റിവെച്ച എന്തെങ്കിലും നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുണ്ടോ? ഇവിടെയാണ് അവരും നാമൊക്കെ വ്യതിരിക്തത പുലർത്തുന്നത്. നാം ഇങ്ങനെ അതിലിങ്ങനെ ലയിച്ചു, ഇങ്ങനെ ജീവിച്ചു, അങ്ങനെ വളർന്നു ഇല്ലേ? മാതാപിതാക്കൾ മുസ്ലിമായി, അതിന്റെ പേരിൽ അവർക്ക് പിറന്ന സന്തതികൾ എന്ന നിലക്ക് ആ ഒരു ലേബിൽ നമ്മൾ അറിയപ്പെടുന്നു. പലപ്പോഴും 90% അങ്ങനെയാണ്. വിശ്വാസത്തിന് മുന്നിൽ അവർക്ക് മറ്റൊന്നും പ്രശ്നമായിരുന്നില്ല. കൊട്ടാരവാസിയായിരുന്ന ഒരു രാജ്ഞിയുടെ കഥ നമുക്കറിയാം, നമ്മൾ ചരിത്രം പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ആസിയ എന്ന രാജ്ഞി, അവരവരുടെ സർവ്വസുഖങ്ങളെയും വലിച്ചെറിഞ്ഞു. കൊട്ടാരത്തിൽ വസിച്ചിരുന്ന രാജകുമാരി, അവർക്കൊരു പ്രശ്നമായിരുന്നില്ല. അവരുടെ സുഖ സൗകര്യങ്ങളെല്ലാം പടച്ചിറപ്പിന് വേണ്ടി ത്യജിക്കാം. അതിന്റെ പേരിൽ കൊടിയ വർധനങ്ങൾ ഏറ്റുവാങ്ങാൻ, ഒരുപാട് നൊമ്പരങ്ങളും വേദനകളും സഹിക്കാൻ അവർക്കൊരു പ്രശ്നവും തോന്നിയില്ല. അവരെല്ലാം വലിച്ചെറിയുമ്പോൾ പടച്ചിറപ്പിനോട് പറഞ്ഞു, റബ്ബി ബിനിലി ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ എനിക്ക് നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു ഭവനം നീ നൽകണേ. ആലോചിക്കുക, സ്വർഗത്തിൽ ഒരു കൊച്ചു ഭവനം, അതായിരുന്നു അവർ ആഗ്രഹിച്ചത്. ഈ ദുനിയാവിലെ എല്ലാ സുഖങ്ങളെയും ഞാൻ ത്യജിക്കാൻ തയ്യാറാണ്. വ്യാഖ്യാനിക്കേണ്ടതില്ലല്ലോ. അത്രയും വലിയ നാട്ടിലെ എന്താ പറയാ, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഈ ലോകത്തിന്റെ രക്ഷിതാവ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു രാജാവ്. അയാളുടെ പത്നി സുഖമായ വാസം, പക്ഷെ എല്ലാം സർവസ്വം ത്യജിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോഴും നമ്മുടെ ഈമാനിനെ നാം അളക്കണം. നാം ഏത് തട്ടിലാണ്, ഏത് ദിശയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്, എത്രമാത്രം കരുത്തുറ്റതാണ് നമ്മുടെ ഈമാൻ. അത് കൊച്ചു കൊച്ചു നേട്ടങ്ങളുടെ മുൻപിൽ, സുഖങ്ങളുടെ മുൻപിൽ തകർന്നടിഞ്ഞു പോകുന്നതാണോ? അത്ര ദുർബലമാണോ എന്റെ ഈമാൻ എന്ന് നാം ഓരോരുത്തരും സദാ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ ആ ദീനുൽ ഇസ്ലാമിന്റെ പാതയിൽ യഥാർത്ഥ ഒരു മുഅ്മിനായി മുന്നോട്ട് പോകാൻ, അവസാനം മുഅ്മിനായി തന്നെ ജീവിച്ചു മരിക്കാൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ ഫസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. ഒരു ജീവിതത്തിന്റെ എല്ലാ മേഖലയും ഒരു അണുമണി തൂക്കം വ്യതിചലിക്കാതെ അള്ളാഹുവിന്റെ വിധിവിലക്കളെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പുതിയ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ നിന്നാണ്. മുസ്ലിം സമൂഹത്തിലെ യുവതി യുവാക്കളാണ്
എന്നുള്ള പഠന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആരാണത് പുറത്തുവിട്ടുള്ളത്? സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്മെന്റ് ഇൻ സ്റ്റേറ്റ് എന്ന സംഘടനയാണ് അവരുടെ നിരീക്ഷണത്തിലൂടെ, അവരുടെ പഠനത്തിലൂടെ അവർ കണ്ടെത്താൻ സാധിച്ചത്. ഏറ്റവും കൂടുതൽ മുസ്ലിം സൊസൈറ്റിയിലുള്ള, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ചെറുപ്പക്കാരികളാണ് കൂടുതൽ മതത്തിൽ നിന്ന്, മതത്തിന്റെ വേലിക്കെട്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ അതിർവരമ്പുകളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പുറകോട്ട് പോകുന്നത് എന്നതാണ് അവരുടെ പഠനം. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ സംഘടന രൂപീകരിച്ചു ഇവിടുത്തെ നാസ്തികർ. എന്താണ് സംഘടന? ആ സംഘടനയുടെ പേരെന്താണ്? എക്സ് മുസ്ലിം. മനസ്സിലായില്ലേ? അപ്പൊ അത്രമാത്രം എക്സ് മുസ്ലിം എന്ന് പറയുമ്പോൾ അവർക്ക് ആ മുസ്ലിം എന്ന ലേബലിൽ ഒഴിവാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പല നേട്ടങ്ങളും. ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവരുടെ ആ യുക്തിവാദികളുടെ ശരിയായിട്ടുള്ള ഒരു ലേബലിൽ അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല അവർ. നിരീശ്വരവാദ, യുക്തിവാദ ആളുകളുണ്ടല്ലോ, യഥാർത്ഥമായിട്ടുള്ള സംഘടന നേതൃത്വത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരം അറിയപ്പെടുന്ന ആളുകളുടെ ലേബലിൽ ചേർത്ത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ് മുസ്ലിം എന്നാണ് അറിയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, എന്താണ് ഇതിന് പ്രധാന കാരണം? നമ്മളിൽ പലരും യഥാർത്ഥമായിട്ടുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടില്ല എന്നതാണ്. ഒരു ഓരത്ത് നിന്ന് നാം പടച്ചറപ്പിനെ ആരാധിക്കും. നമ്മളിപ്പോഴും ഒരു ഓരത്ത്. നാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും എന്നോട് കോപിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. നമ്മിൽ പലരുടെ അവസ്ഥ യഥാർത്ഥത്തിൽ അതാണ്. നമ്മൾ റബ്ബിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഓരത്ത് നിന്നാണ്. യഥാർത്ഥമായ രീതിയിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടില്ല, പ്രവേശിച്ചിട്ടില്ല. നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ നാമം മാത്രം, പേര് അബൂബക്കർ മുഹമ്മദ് കബീർ അങ്ങനെ ഉണ്ടാവും. അവർ കൃത്യമായിട്ടുള്ള ഒരു ആ ഇസ്ലാമിന്റെ പാത്താവിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഏതുപോലെ അറിയണ്ടേ? ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ നാട്ടില് നല്ല തിരക്കുള്ളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചില ആളുകളെ കണ്ടിട്ടില്ല നിങ്ങൾ? ആ ബസ്സിന്റെ ഡോറിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇപ്പൊ കോവിഡൊക്കെ വരുന്നതിനേക്കാളും മുൻപൊക്കെ അങ്ങനെയാണ്. ആ ബസ്സിന്റെ നല്ല തിരക്കുകളുള്ള ബസ്സിലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം. ബസ്സിൽ പ്രവേശിച്ചോ? ഇല്ല. എന്നാ പ്രവേശിച്ചിട്ടില്ലേ? ഈ രീതിയിലുള്ള ഏത് സമയത്തും ആ ബസ്സിൽ നിന്നവൻ തെറിച്ചു വീണേക്കാം. കാണുന്നവർ ആശ്ചര്യത്തോടെ നോക്കും, അത്ഭുതത്തോടെ നോക്കും, ഭയത്തോടെ നോക്കും. അല്ലേ? എന്നതുപോലെ ഓരോരത്ത് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചോ? ഇസ്ലാമാണോ? മുഴുവനായി പ്രവേശിച്ചിട്ടോ? ഇല്ല. ഇസ്ലാമല്ലേ? ആണ്. ആ രീതിയിലുള്ള ഒരാള് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിലെ 11-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അള്ളാഹുവിനെ ചില ആളുകൾ ആരാധിക്കുന്നറിയോ? ഒരു വക്കത്ത് നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്ന് അള്ളാഹു. ഇത് വിശുദ്ധ ഖുർആനിന്റെ വാക്കാണ്. നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും പറയുന്നല്ല. മനസ്സിലായില്ലേ? ഒരു ഓരോരുത്തർ ആരാധിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹൈർ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴേ, ജീവിതത്തിൽ ഇങ്ങനെ വലിയ പ്രയാസമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ലാതെ അവർ ഇങ്ങനെ ഹൈറിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, യാതൊരു ഷെറ് ബാധിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇസ്ലാം. എല്ലാ ഗുണങ്ങളും ഇങ്ങനെ ആസ്വദിച്ച് വലിയ കുഴപ്പമില്ലാതെ പോകണമെങ്കിൽ അവരതിലിങ്ങനെ സമാധാനം അടയും. വിശുദ്ധ ഖുർആൻ പറയാം. എന്നാൽ എന്നാൽ അവർക്ക് എന്തെങ്കിലും ഷെറ് ബാധിച്ചാലോ
ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാലോ, എന്തെങ്കിലും ആപത്തുകൾ അവർ തേടിയെത്തിയാലോ, അപ്പൊ അവരുടെ പാട്ടിന് പോകും, പുറകോട്ടടി. എന്ത് പഠിച്ചോ, ഞാൻ ഇത്രയൊക്കെ ഇങ്ങനൊക്കെ ചെയ്ത് ഇന്നതുപോലൊക്കെ ജീവിച്ചിട്ടും എനിക്കിങ്ങനെ സംഭവിച്ചില്ല. എന്ത് പഠിച്ചു, എന്ത് നമുക്ക് ചിന്തിക്കാനുള്ളത്, എന്ത് നിസ്കാരം. മനസ്സിലായില്ല? ഇത്തരം ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പോലുള്ള ആളുകൾ ഇല്ലേ? പ്രിയമുള്ളവരെ, വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അവർക്ക് എന്താ സംഭവിക്കുന്നവരുണ്ട്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അവർക്ക് അതുമൂലം അവർക്ക് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. ദുനിയാവ് മാത്രമല്ല, ആഖിറവും നഷ്ടപ്പെടും. അത് തന്നെയാണ് സ്പഷ്ടമായ വ്യക്തമായ നഷ്ടമെന്ന് വിശുദ്ധ ഖുർആൻ. അതാണ് സത്യത്തിൽ ഈ പറ്റുന്ന ഏറ്റവും വലിയ പരാജയം. നമ്മളെ നമ്മളെങ്ങനെ 5 or 6 ക്ലാസ് വരെ മദ്രസ പഠനം, അത് കഴിഞ്ഞാൽ അവിടെ കണ്ടു പ്രാധാന്യത്തിന് കൊടുക്കുക ഭൗതിക വിദ്യാഭ്യാസം. അവിടെ എന്താണ് പ്രശ്നം? അവിടെ ഉമ്മയുടെ ഗർഭപാത്ര വൃത്തിയിലെ സങ്കീർണതകളെ കുറിച്ച് സയൻസ് പഠിപ്പിക്കും. പക്ഷേ ആ ഗർഭം ചുമക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിപ്പിച്ച ബീജഗണത്തെ ഘട്ടം ഘട്ടമായി വളർത്തി വലുതാക്കുന്ന, രക്തക്കട്ടയാക്കി മാംസക്കട്ടയാക്കി അസ്ഥികളെ കൊണ്ടുപോകുന്ന, അസ്ഥികളെ വീണ്ടും മാംസത്തെ കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു ശക്തിയായി ഒന്നറിയാത്തവനായി പുറത്തു കൊണ്ടുവരുന്ന റബ്ബിനെ കുറിച്ച് പഠിപ്പിക്കില്ല. ഉണ്ടോ? ഇല്ല. ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചു വഹനനല വഹന എന്നാണ് ഖുർആനിന്റെ പദപ്രയോഗം. ഒരുപാട് പ്രയാസങ്ങൾ. ആ പ്രയാസത്തിന് മേലെ ക്ഷീണത്തിന് മേലെ ക്ഷീണമായിക്കൊണ്ട് ഗർഭം ചുമന്ന ഉമ്മയുടെ പെരുമാറുന്ന രീതിയെ കുറിച്ച് പഠിപ്പിക്കുമോ? ഇല്ല. പിന്നെ എങ്ങനെ ഇവൻ ഇസ്ലാം പഠിക്കും? മതം മനസ്സിലാവും. 5 or 6 ക്ലാസ് വരെ പഠിക്കും, അവിടെ നിർത്തി. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലബ് ഹൗസ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഇവർ കയറിക്കൂടി. അങ്ങനെ ഇവരിങ്ങനെ ചർച്ച കേൾക്കുമ്പോ കൺഫ്യൂഷനായി, പ്രശ്നമായി. ഇതാണ് ഇസ്ലാം. അപ്പൊ നമ്മളെ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മളെ പഠിക്കേണ്ടതുണ്ട്. മെല്ലെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോകുന്നു വഴി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനിയും നാം ഇങ്ങനെ കണ്ണടച്ച് അല്ലെങ്കിൽ ഉറക്കം തോന്നുന്നവരായാൽ നമ്മൾ ദുനിയാവാസനവും നമ്മുടെ മാത്രമല്ല നമ്മുടെ മക്കളതൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് വളരെ കരുതലോടെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ നമ്മുടെ അടിവേരിറക്കും, ഒരു സംശയമില്ല, അർത്ഥങ്ങളിൽ അടിവേരും. അതുകൊണ്ട് നാം സൂക്ഷിക്കുക, ഇസ്ലാമിനെ കൈവിടാതെ നല്ല രീതിയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടവരുടെ ദീനനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക. നമ്മുടെ സന്താനങ്ങളെ ആ രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടുവരിക, കാര്യങ്ങളുടെ ഗൗരവം പഠിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. യഥാവിധി പരിശുദ്ധ ഇസ്ലാമിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ഇത്തരത്തിലുള്ള ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അതിയായി ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള സർവ്വ പാപങ്ങളും കരുണാവാരിധിയായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പ് നൽകട്ടെ. നമ്മിൽ നിന്ന് വിശ്വാസത്തോട് പിരിഞ്ഞുപോയ എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കടഭാരം പേറി പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടാൻ അള്ളാഹുവെ നീ ഖൈറായ ഹലാലായ മാർഗത്തിൽ നിങ്ങൾക്ക് എളുപ്പമാക്കി തരണം റബ്ബേ. രോഗബാധിതരുടെ രോഗങ്ങൾക്കെല്ലാം എളുപ്പത്തിൽ ശമനം നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين.